നമ്മൾ ഒരു സ്കൂളിലെത്തിയിരിക്കുകയാണ്. നൗ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് യു ആർ അറ്റ് എ സ്കൂൾ ആൻഡ് യു ഹാവ് ടു മീറ്റ് യുവർ സൺസ് ക്ലാസ് ടീച്ചർ. ജസ്റ്റ് ലിസൺ ടു മീ. യു വാണ്ട് ടു മീറ്റ് യുവർ സൺസ് ക്ലാസ് ടീച്ചർ ഓർ ഡോട്ടേഴ്സ് ക്ലാസ് ടീച്ചർ. നിങ്ങളുടെ മകളുടെയോ മകൻ്റെയോ, അപ്പോൾ നമുക്ക് മകനെ എടുക്കാം, മകൻ്റെ ക്ലാസ് ടീച്ചറെ കാണേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടു, ഒരു സീനിയറായ ഒരാളെ കണ്ടു, അധ്യാപകനാണെന്ന് നമ്മൾക്ക് തോന്നുന്ന ഒരാളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കാര്യം, അയാളുടെ ഒരു ആക്ടിവിറ്റിയെ അയാൾ നടക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ തടസ്സപ്പെടുന്നു. എക്സ്ക്യൂസ് മീ, എനിക്ക് എൻ്റെ മകൻ്റെ ക്ലാസ് ടീച്ചറെ കാണേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് വന്നതെന്ന് പറയണം അല്ലേ. ഐ ഹാവ് ടു മീറ്റ് മൈ സൺസ് ക്ലാസ് ടീച്ചർ. എക്സ്ക്യൂസ് മീ, ഐ ഹാവ് ടു മീറ്റ് മൈ സൺസ് ക്ലാസ് ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ്റെ പേര് നമ്മളവിടെ പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ വീണ്ടും രണ്ടാമത് പറയുന്നത് മൈ സൺസ് നെയിം ഈസ് രാഹുൽ എന്നാണ് അവൻ്റെ പേര്. നോക്കാം. ഹാവ് ടു മീറ്റ്, കണ്ടുമുട്ടേണ്ടതുണ്ട്, കാണേണ്ടതുണ്ട്. ഐ ഹാവ് ടു സീ അല്ലേ, കണ്ടുമുട്ടുക എന്നാണ് നമ്മൾ മീറ്റിന് പറയുക. കണ്ടുമുട്ടി എന്തെങ്കിലും സംസാരിക്കുന്നതിനാണ് അങ്ങനെ പറയുക. ഐ ഹാവ് ടു സീ എന്നും പറയാം, പക്ഷേ ഐ ഹാവ് ടു മീറ്റ് ഈസ് ബെറ്റർ, ഇറ്റ്സ് എ ബെറ്റർ ഫോം. ആൻഡ് ഐ ഹാവ് ടു മീറ്റ് മൈ സൺസ് ക്ലാസ് ടീച്ചർ. എനിക്കെൻ്റെ മകൻ്റെ ക്ലാസ് ടീച്ചറെ കാണേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് ഹാവ് ടു ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം എനിക്ക് നാളെ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു റിട്ടേൺ ഹോം ടുമോറോ. ഐ ഹാവ് ടു ഗോ ബാക്ക് ഹോം ടുമോറോ. ഐ ഹാവ് ടു. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അപ്പോൾ ആ കാര്യമാണ്. എനിക്ക് കുറച്ച് പച്ചക്കറി വാങ്ങേണ്ടതുണ്ട്. ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ്. ഐ ഹാവ് ടു എന്ന് മാത്രം ഇങ്ങനെ നമ്മൾ പറയുക. ഐ ഹാവ് ടു. ഓക്കെ, സോ ഐ ഹാവ് ടു മീറ്റ് മൈ സൺസ് ക്ലാസ് ടീച്ചർ, റൈറ്റ്. അപ്പോൾ നമ്മൾ അവസാന ക്ലാസ് ടീച്ചറെ ആൾ കാണിച്ചു തന്നു വിചാരിക്കാം. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും പറയും യു ഗോ സ്ട്രെയിറ്റ്. അപ്പോൾ രാഹുൽ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് ക്ലാസ്സാണെന്നൊക്കെ ചോദിക്കും. ഇൻ വിച്ച് ക്ലാസ് യുവർ സൺ ഈസ് സ്റ്റഡിങ്. അപ്പോൾ നമ്മൾ പറയുകയാണ് ഈ സ്റ്റഡിങ് അറ്റ് 9th standard, 9th B division, 9th standard B division. Okay, you go straight and turn to left and the first classroom. There you can see his class teacher. ഓക്കെ, അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അതൊക്കെ നമുക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് പഠിക്കാം. അത് നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് ടീച്ചറെ നേരിൽ കാണുന്നു. വി ആർ മീറ്റിംഗ് അവർ സൺസ് ക്ലാസ് ടീച്ചർ ഫേസ് ടു ഫേസ്. സോ യു ആർ മീറ്റിംഗ് യുവർ സൺസ് ക്ലാസ് ടീച്ചർ ഫേസ് ടു ഫേസ് ആൻഡ് യു ഗ്രീറ്റ് യുവർ ക്ലാസ് ടീച്ചർ. അറ്റ് ഫസ്റ്റ് യു ഗ്രീറ്റ് യുവർ ക്ലാസ് ടീച്ചർ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലാസ് ടീച്ചറെ ഗ്രീറ്റ് ചെയ്യുന്നു. വൈകുന്നേരം ആണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു? ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഗുഡ് ഈവനിങ്, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ സമയത്തിനനുസരിച്ച് നമ്മളങ്ങനെ പറയുന്നു. സോ ഗുഡ് ഈവനിങ് മാം. ഐ ആം രാഹുൽസ് മദർ. അപ്പം ഞാൻ രാഹുലിൻ്റെ അമ്മയാണ്. എനിക്ക് അവൻ്റെ പഠന പുരോഗതിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ പഠന കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറയുക. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു. അപ്പോൾ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കുക, നമ്മൾ അല്പം പൊളൈറ്റായിട്ട് വിനയത്തോടെ പറയുകയാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ഹിസ് അക്കാഡമിക് പെർഫോമൻസ്. അവൻ്റെ പഠനകാര്യങ്ങളിൽ അവൻ്റെ പ്രകടനങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പുരോഗതി എന്തെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പഠനത്തിൽ അവൻ്റെ പുരോഗതി അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ പ്രോഗ്രസ് എന്ന് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ പെർഫോമൻസ്. നോക്കാം. ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ഹിസ് അക്കാഡമിക് പെർഫോമൻസ്. ഓർ യു മേ ആസ്ക് ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് ഹിസ് അക്കാഡമിക് പ്രോഗ്രസ്. അവൻ്റെ അക്കാഡമിക് ആയിട്ടുള്ള പാഠ്യ സംബന്ധമായ പുരോഗതികൾ, പഠനത്തിലെ പുരോഗതി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പറയാം, ഓ അല്ലേ, യു ആർ രാഹുൽസ് മദർ ഓർ രാഹുൽസ് ഫാദർ ഈസ് എ നൈസ് സ്റ്റുഡൻറ്റ്, ഹി ഈസ് ദ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് ഇൻ അവർ ക്ലാസ്, ഈസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്. അങ്ങനെയൊക്കെ ആയിരിക്കും പറയുക. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഇവൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്. വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം ടു സപ്പോർട്ട് അവർ സൺ? ഇത് നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതാണ് അധ്യാപകരോട്. ഞങ്ങളുടെ മകനെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്? സോ ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ വി ഡു? ഞങ്ങൾ എന്ത് ചെയ്യണം?
വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം, ഞങ്ങൾ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്, ടു സപ്പോർട്ട് അവർ സൺ, ഞങ്ങളുടെ മകനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും വീട്ടിൽ, അതാണ് നമ്മൾ ചോദിക്കുന്നത്. വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് തരത്തിലാണ് അവനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. സോ വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം, ഞങ്ങൾ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. ടു സപ്പോർട്ട് അവർ സൺ, ഞങ്ങളുടെ മകനെ വീട്ടിൽ സഹായിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അതോടൊപ്പം നമ്മൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, അവൻ പഠനത്തിൽ വീക്കാണോ, പിന്നോക്കമാണോ. ഈസ് ഹി വീക്ക് ഇൻ സ്റ്റഡീസ്, അവൻ പഠനത്തിൽ പിന്നോക്കമാണോ. അപ്പോൾ നോക്കാം, ഇത് നമുക്ക് സ്ഥിരമായി ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം, ഞങ്ങൾക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും. ടു സപ്പോർട്ട് അവർ സൺ, ഞങ്ങളുടെ മകനെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും. കാരണം ഞങ്ങളെന്നിവിടെ പറയാൻ കാരണം വന്നത് ഒരാളാണെങ്കിൽ അച്ഛനും അമ്മയുമാണ് മക്കളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേണമെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു, ഞാൻ എന്ത് ചെയ്യണം. വാട്ട് ക്യാൻ ഐ ഡു അറ്റ് ഹോം, ഞാൻ വീട്ടിൽ എന്താണ് ചെയ്യേണ്ടത്. ടു സപ്പോർട്ട് അവർ സൺ, അങ്ങനെ സപ്പോർട്ട് ഹിം, അങ്ങനെയും പറയാം. ഇനി അവൻ പഠനത്തിൽ വീക്കാണോ, മോശമാണോ. വീക്ക്, ഈസ് ഹി വീക്ക് ഇൻ സ്റ്റഡീസ്, പഠനത്തിൽ വീക്കാണോ. അപ്പോൾ ടീച്ചർ വീക്കല്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും നോ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്, അവൻ വളരെ സമർത്ഥനായ കുട്ടിയാണ്. യുവർ സൺ ഈസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. നോ, ഈസ് നോട്ട് വീക്ക് ഇൻ സ്റ്റഡീസ്. പകരം നമ്മൾ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നു, അവൻ കണക്കിലൽപ്പം പിറകിലാണ്, അല്ലെങ്കിൽ വീക്കാണ്, മോശമാണ്. അപ്പോൾ എങ്ങനെ പറയുന്നു, ഞാൻ വിചാരിക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു, ഞാൻ വിചാരിക്കുന്നു, അങ്ങനെ പറയാം. ഐ തിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നു, വിചാരിക്കുന്നു, കരുതുന്നു, മനസ്സിലാക്കുന്നു, ഇങ്ങനെയൊക്കെ പറയാം. ഐ തിങ്ക് ഞാൻ ചിന്തിക്കുന്നു. ഐ തിങ്ക് മൈ സൺ ഈസ് എ ലിറ്റിൽ ബിറ്റ് വീക്ക് ഇൻ മാത്സ്. എൻ്റെ മകൻ ഒരൽപ്പം, നോക്കുക, ഒരൽപ്പം വീക്ക് ഇൻ മാത്തമാറ്റിക്സിൽ അവനൊരൽപ്പം വീക്കാണ്. അപ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യം നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ടായിട്ട് നമുക്ക് രണ്ടാമത് പറയാം. സോ വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം ടു സപ്പോർട്ട് ഹിം, അപ്പോൾ അതും ചോദിക്കാം. അപ്പോൾ എൻ്റെ മകൻ മാത്സിൽ ഒരല്പം പിറകിലാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഇത് ഓർഡറിലല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത്, പലരും പല ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ നമ്മൾ പൊതുവെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഓർഡറിൽ ഇങ്ങനെയാണോ ചോദിക്കുക, നമുക്ക് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. ചിലർ നമ്മൾ കുട്ടി നന്നായി പഠിക്കുന്നു എന്നൊരു കോൺഫിഡൻസിലാവും ചെല്ലുന്നത്. അപ്പോൾ ചിലർ മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടാവുള്ളൂ. അപ്പോൾ നോക്കാം, ഐ തിങ്ക് മൈ സൺ ഈസ് എ ലിറ്റിൽ ബിറ്റ് വീക്ക് ഇൻ മാത്തമാറ്റിക്സ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം ടു സപ്പോർട്ട് അവർ സൺ. വാട്ട് ക്യാൻ വി ഡു അറ്റ് ഹോം ടു സപ്പോർട്ട് അവർ സൺ. അപ്പോൾ ടീച്ചർ ചിലപ്പോൾ പറയും, യു ഹാഡ് ബെറ്റർ അറേഞ്ച് എ ട്യൂഷൻ ക്ലാസ് ഫോർ ഹിം. അതായിരിക്കുന്നല്ലേ. നമുക്ക് നോക്കാം, ഹാഡ് ബെറ്റർ, ശ്രദ്ധിച്ചാൽ മതി. യു ഹാഡ് ബെറ്റർ, അതൊരു പൊളൈറ്റ് സജഷനാണ്, വിനയത്തോടെ സജസ്റ്റ് ചെയ്യണം ടീച്ചർ പറയാണ്, യു ഹാഡ് ബെറ്റർ അറേഞ്ച് എ ട്യൂഷൻ ക്ലാസ് ഫോർ യുവർ സൺ. ഐ തിങ്ക്